സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മനഃശാസ്ത്രം അല്ലെ, സൈക്കോളജിയിലെ പ്രധാനപ്പെട്ടിട്ട് കേട്ടറ്റ് എക്സാമിന് പല തവണ തിരിച്ചും മറിച്ചിട്ടും എല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു രണ്ട് ആശയങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ചില സമയത്ത് നമ്മൾ അശ്രദ്ധ മൂലം നമുക്ക് മാർക്ക് നഷ്ടമാവുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മനഃശാസ്ത്രത്തിന്റെ രണ്ട് തലങ്ങൾ, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ രണ്ട് വിഭാഗങ്ങൾ അല്ലെ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഏതൊക്കെയാണ് മനഃശാസ്ത്രത്തിന്റെ രണ്ട് വിഭാഗങ്ങൾ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അതെ, ഒന്ന് കേവല മനഃശാസ്ത്രം അല്ലെ. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്യുവർ സൈക്കോളജി അല്ലെ, പ്യുവർ സൈക്കോളജി. മറ്റേതോ അടുത്തത് എന്ന് പറയുന്നത് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെ, അപ്ലൈഡ് സൈക്കോളജി. നമുക്ക് കേട്ടറ്റ് എക്സാമിന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രയുക്ത മനഃശാസ്ത്രത്തിലും അതുപോലെ തന്നെ കേവല മനഃശാസ്ത്രത്തിലും കുറച്ച് വിഭാഗങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിലെ തന്നെ കുറച്ച് വിഭാഗങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പരിഗണനയും കാര്യങ്ങളും വരുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും പറയുന്നത്. അത് ഏതെല്ലാമാണ് എന്നുള്ളതൊന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നോക്കിയാലോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. സാറ് പറയുന്നുണ്ട് ആ സംഭവം ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒറ്റ സെക്കൻഡ്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന കാര്യം ആദ്യത്തെ മനഃശാസ്ത്രത്തിന്റെ വിഭാഗം അല്ലെ, കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജി എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ് പദമായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടറ്റ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും മലയാളം പദങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേട്ടറ്റ് എക്സാമിന് വരുന്നത് മലയാളം പദങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മലയാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ ആ വാക്കുകൾ തിരിച്ചറിഞ്ഞ് നമ്മളത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കേട്ടറ്റ് എക്സാം ഒന്നുകൂടെ സിമ്പിൾ ആവുള്ളൂ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, സാർ ഇവിടെ പറയാൻ പോകുന്നത് കേവല മനഃശാസ്ത്രത്തിലെ കുറച്ച് വിഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ കേവല മനഃശാസ്ത്രത്തില് ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മള് സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയും. എന്താണ് അല്ലെ? സാമാന്യ മനഃശാസ്ത്രം. ഓക്കെ, ഈ സാമാന്യ മനഃശാസ്ത്രത്തിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പദം എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജി എന്നുള്ളതാണ്. ഈ സാമാന്യ മനഃശാസ്ത്രത്തില് നമ്മൾ പറയുന്നത് വ്യക്തിയുടെ മാനസിക പ്രക്രിയയും അതുപോലെ തന്നെ പെരുമാറ്റ ശീലവും പഠിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ഒരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി അല്ലെ ആണ് മാനസിക പ്രക്രിയ. നമ്മുടെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രക്രിയ അല്ലെ, നമ്മുടെ ചിന്തകള്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഘടന, നമ്മുടെ ആശയങ്ങള്, നിലപാടുകള്, അത്തരത്തിൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രക്രിയകളും കാര്യങ്ങളും ഉണ്ട്. അതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റശീലം അല്ലെ, പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് ആ പെരുമാറ്റത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മാനസിക പ്രക്രിയയെ കുറിച്ചിട്ടും പഠിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് എന്ത്, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് എന്ത്, സാമാന്യ മനഃശാസ്ത്രം, അതായത് ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, സാർ ഇവിടെ അലോ ചെയ്യുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അപസാമാന്യ മനഃശാസ്ത്രം അല്ലെ, അബ്നോർമൽ സൈക്കോളജി. അതായത് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിലെ മനോവൈകല്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് എന്ത്, സാമാന്യ അല്ലെങ്കിൽ അപസാമാന്യ അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം മനോവൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ കൈയില്ലാത്ത ആള്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറവുള്ള ആള്, കാലുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള കാലിന് വളർച്ച എത്താത്ത വ്യക്തികള്, അങ്ങനെ ഒരുപാട് വൈകല്യങ്ങളുള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലെ. എന്നാൽ മനസ്സിന്റെ വൈകല്യം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് നമ്മളെല്ലാം ഇപ്പോഴും മാനസികമായിട്ട് സന്തോഷമുള്ളവരാണോ? അല്ലല്ലോ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ?
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ? അല്ലെ? ചില ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുത്താറില്ലേ? അത്തരം സങ്കടങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിലൂടെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അസുഖം, അല്ലെ, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വൈകല്യം, ആ വൈകല്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന മനുഷ്യന്റെ അത്തരത്തിലുള്ള വൈകല്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന മനഃശാസ്ത്രത്തിൽ, അല്ലെ, കേവല മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് എന്ത്? അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? സാമാന്യ മനഃശാസ്ത്രവും അതുപോലെ തന്നെ അപസാമാന്യ മനഃശാസ്ത്രവും ക്ലിയർ അല്ലേ? സാർ ഇവിടെ എറൈസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ രണ്ട് കാര്യത്തിലും? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത കേവല മനഃശാസ്ത്രത്തിലെ വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് സാമൂഹിക മനഃശാസ്ത്രം, അതായത് സോഷ്യൽ സൈക്കോളജി എന്നുള്ളതാണ്, അല്ലെ? സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സാമൂഹിക മനഃശാസ്ത്രം എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ, അല്ലെ? സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ വ്യവഹാര രീതികളെ കുറിച്ചിട്ട് പഠിക്കുന്ന മനഃശാസ്ത്രത്തിലെ കേവല മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗം, അല്ലെ? വ്യക്തിയുടെ സാമൂഹിക ഇടപെടൽ, പെരുമാറ്റം, സാമൂഹിക തിരിച്ചറിവ് എന്നിവയെ കുറിച്ചിട്ട് പഠിക്കുന്ന, അല്ലെ, ഒരു വ്യക്തിയുടെ സാമൂഹിക ഇടപെടൽ, അതുപോലെ തന്നെ പെരുമാറ്റം, സാമൂഹിക തിരിച്ചറിവ്, ഈ മൂന്ന് കാര്യങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുന്ന കേവല മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് എന്ത്? സാമൂഹിക മനഃശാസ്ത്രം, അതായത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ വ്യവഹാര രീതിയെ കുറിച്ചിട്ട് പഠിക്കുന്ന കേവല മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നാഡി സൈക്കോളജി, അല്ലെ? നാഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് എന്താ? ന്യൂറോ, അല്ലെ? ന്യൂറോ സൈക്കോളജി, അല്ലെ? ന്യൂറോ സൈക്കോളജി, അതായത് നമുക്ക് എല്ലാവർക്കും ശരീരത്തിൽ ഒരുപാട് നാഡികളുണ്ട്, അല്ലെ? നമ്മൾ ബയോളജി പഠിക്കുന്ന സമയത്തല്ലേ, നിങ്ങൾ 10th പഠിച്ചവരായ സയൻസ് പഠിച്ചവരൊക്കെ ആ സമയത്തെല്ലാം പറയാറുണ്ട് എന്ത്? നമുക്ക് ഒരുപാട് നാഡികളുണ്ട്, തലച്ചോറിലെ നാഡികളുണ്ട്, അത് നമ്മുടെ രക്തയോട്ടത്തെയും മറ്റു കാര്യങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ വ്യക്തിയുടെ സെൻസറി, അല്ലെ? സെൻസറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് രുചി, അതുപോലെ തന്നെ നമ്മുടെ സ്മെല്ല്, കാഴ്ച, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന നമ്മുടെ കുറച്ച് ഓർഗൻസും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ബുദ്ധി, അല്ലെ? നമ്മുടെ ചിന്തയെയും നമ്മുടെ ആശയങ്ങളെയും നിലപാടുകളെയും എല്ലാം സ്വാധീനിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മുടെ എല്ലാ പെരുമാറ്റത്തെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളെയും സ്വാധീനിക്കുന്ന കാര്യമായിട്ടുള്ള നമ്മുടെ ബുദ്ധി. അപ്പൊ നമ്മുടെ അത്തരത്തിലുള്ള സെൻസറിയെയും അതുപോലെ തന്നെ ബുദ്ധിയെയും കുറിച്ചിട്ട് മനുഷ്യന്റെ അത് എങ്ങനെ മനുഷ്യന്റെ വ്യവഹാര രീതിയെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു കേവല മനഃശാസ്ത്ര ശാഖയാണ് എന്ത്? നാഡി മനഃശാസ്ത്രം. ഓക്കെ, അപ്പൊ ഇത് വരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? കേവല മനഃശാസ്ത്രത്തിൽ ഇപ്പൊ നമ്മൾ 4 പറഞ്ഞു. ഒന്ന് സാമാന്യ മനഃശാസ്ത്രം, ജനറൽ സൈക്കോളജി, അടുത്തതായിട്ട് അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി, ദെൻ സാമൂഹിക മനഃശാസ്ത്രം, അതിനുശേഷം നാഡി മനഃശാസ്ത്രം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് പാരമ്പര്യ മനഃശാസ്ത്രം, അല്ലെ? അപ്പൊ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ജനറ്റിക്കൽ സൈക്കോളജി, ജനറ്റിക്സ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഓരോ പാരമ്പര്യമുണ്ട്. അതായത് നമ്മുടെ മാതാവിന്റെ പാരമ്പര്യമുണ്ട്, നമ്മുടെ പിതാവിന്റെ പാരമ്പര്യമുണ്ട്, അല്ലെ? അതിങ്ങനെ ഒരു ചങ്ങലയായിട്ട് അങ്ങനെ നമ്മൾ തുടർന്ന് പോകും, അല്ലെ? പിതാവിന്റെ സൈഡാണെങ്കിൽ പിതാവ്, പിതാവിന്റെ ഉമ്മ, പിതാവിന്റെ ഉപ്പ, ദെൻ ആ ഒരു ജനറേഷൻ അങ്ങനെ പോകും. ഇനി മാതാവിന്റെ ഭാഗമാണെങ്കിൽ മാതാവിന്റെ ഉമ്മ, മാതാവിന്റെ ഉപ്പ, അല്ലെ? ജനറ്റിക്സ് നമുക്ക് രണ്ട്, അല്ലെ? ഒരു മറ്റേ മൾട്ടി ഈ മണി ചെയിന്റെ ആൾക്കാരൊക്കെ നിങ്ങൾ ഇങ്ങനെ മറ്റേ തോണി മറ്റേ ഒരു ഇതിങ്ങനെ ചെയിൻ ഇങ്ങനെ വരക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ അല്ലെ, നമുക്ക് 2 സൈഡ് ഉണ്ട്, ഉമ്മ ഉപ്പ. ആ സൈഡിൽ തന്നെ നമുക്ക് 2 തരത്തിലുള്ള പാരമ്പര്യങ്ങളാണുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പാരമ്പര്യം മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവന്റെ പാരമ്പര്യം, അല്ലെ, വ്യവഹാരത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ കുട്ടി അവന്റെ ഉപ്പാനെ പോലെ തന്നെയാണ് അവന്റെ സ്വഭാവം, അല്ലെ? ടീച്ചർമാർ ചില സമയത്ത് എക്സാമ്പിൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉപ്പ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കുട്ടിക്കും ഈ പ്രശ്നം വന്നു, അല്ലെ? അത് അവരുടെ പാരമ്പര്യമാണ് എന്ന് നമ്മൾ പറയാറില്ല ചില സമയത്ത്. ടീച്ചർമാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെ? അവന്റെ അച്ഛൻ ക്രിമിനൽ ആയിരുന്നു, അതുകൊണ്ട് അവനും എന്തായി? ക്രിമിനലായി, അല്ലെ? അത്തരത്തില് ഒരു വ്യക്തിയുടെ പാരമ്പര്യം ആ വ്യക്തിയുടെ വ്യവഹാരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന മനഃശാസ്ത്രത്തിലെ ഒരു ശാഖയാണ് എന്ത്? പാരമ്പര്യ മനഃശാസ്ത്രം. ഇത് വരുന്നത് കേവല മനഃശാസ്ത്രത്തിന് കീഴിലാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ചൈൽഡ് സൈക്കോളജി, അല്ലെ?
ചൈൽഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും അധ്യാപക വിദ്യാർത്ഥികളാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതവും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള മനഃശാസ്ത്രത്തിലെ ഒരു ശാഖയാണ് എന്ത്, ശിശു സൈക്കോളജി, അല്ലെങ്കിൽ ശിശു മനഃശാസ്ത്രം, അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ. ചൈൽഡ് സൈക്കോളജി എന്താ? നമ്മളെല്ലാവരും അധ്യാപകരാണ്, നമ്മൾ കുട്ടികളുമായിട്ട് ഇടപഴകുന്നവരാണ്. കുട്ടികളുടെ സ്വഭാവം സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ വ്യവഹാരത്തെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നവരും തിരിച്ചറിയുന്നവരുമാണ് അല്ലെ. അപ്പം കുട്ടിയുടെ വ്യവഹാരത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്, ശിശു സൈക്കോളജി ചൈൽഡ് സൈക്കോളജി ഓക്കെ. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കേവല മനഃശാസ്ത്രത്തിലുള്ള ഏതൊക്കെയാണ്? സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, ദെൻ സമൂഹ മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ദെൻ ശിശു മനഃശാസ്ത്രം 6 പറഞ്ഞു. ഈ 6 വരുന്നത് മനഃശാസ്ത്രത്തിലെ കേവല മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. പ്രയുക്തം നമ്മൾ പ്രയുക്തം യുക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന മനഃശാസ്ത്രമാണ് എന്ത്, പ്രയുക്ത മനഃശാസ്ത്രം അപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന മനഃശാസ്ത്രം മറ്റത് നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ല, പക്ഷെ നമുക്ക് അതിനെ കുറിച്ചിട്ട് പഠിക്കാനും റിസർച്ച് ചെയ്യാനും അതിന്റെ കാരണ ഗൗരവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് മാറ്റം വരുത്താനൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സാധിക്കുള്ളൂ. എന്നാൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ ആ ഒരു രീതിയിൽ, വ്യവഹാര രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്തുകൊണ്ട് മാറ്റങ്ങളും റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന സൈക്കോളജിയാണ് എന്ത്, അപ്ലൈഡ് സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം. ഇതിൽ പറയുന്ന ഒന്നാമത്തേതാണ് എന്ത്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ ശിശു മനഃശാസ്ത്രത്തിന്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് എന്ത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. നമ്മളൊരു ടീച്ചർമാരാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഠന രീതികളിൽ, ക്ലാസ് റൂമുകളിലും കാര്യങ്ങളിലും എല്ലാം നമ്മൾ പ്രയോഗിക്കുന്ന മനഃശാസ്ത്രമാണ് ഏത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ. അത് നമ്മൾ ക്ലാസ് റൂമുകളിൽ അപ്ലൈ ചെയ്യാറില്ലേ? കുട്ടികളുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിക്കാറില്ലേ? കുട്ടിയെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോളജി ഉപയോഗിക്കാറില്ലേ? ഇതെല്ലാം ഒരു ടീച്ചർ ചെയ്യുന്നതല്ലേ? അപ്പൊ അപ്പൊ അതെന്താണ്, പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നതും നമ്മൾ അപ്ലൈ ചെയ്യുന്നതുമാണ് എന്ത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്? പ്രയുക്ത മനഃശാസ്ത്രത്തിലെ ആദ്യത്തേതാണ് എന്ത്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, സൈനിക മനഃശാസ്ത്രം മിലിറ്ററി സൈക്കോളജി. സൈനികം സൈനികർ എന്ന് പറയുമ്പോൾ എന്തെന്നെ, പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്. ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് ഒരു കൃത്യമായ ചിട്ടയും കൃത്യമായ കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്കൊന്നിനെയും ഭയം ഉണ്ടായിരിക്കില്ല. അവരൊരു കാര്യത്തെയും പേടിക്കുന്നവരല്ല ഏതൊരു പ്രശ്നത്തെയും നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് അവർക്കുണ്ടാവും. ഇത്തരത്തിലുള്ള ഈ ചങ്കുറപ്പും ഭയമില്ലായ്മയും എല്ലാം ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് അവരുടെ പരിശീലന കാലയളവില് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് പീരിയഡില് അവരുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ പരിശീലനങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് ഒരുപാട് ആക്ടിവിറ്റികളും വർക്കുകളും ഉണ്ടാവില്ല, അതിലെല്ലാം അപ്ലൈ ചെയ്യുന്ന സൈക്കോളജിയുടെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു വ്യവഹാരവും അവർക്ക് കിട്ടുന്ന ഒരു വ്യക്തിത്വവുമാണ് എന്ത്, അത്തരത്തിലുള്ള രീതിയിലേക്ക് അവർ മാറ്റിയെടുക്കുന്നത്. അതായത് സൈനികരുടെ മാനസിക സമ്മർദ്ദം, പരിശീലനം, ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന മനഃശാസ്ത്രമാണ് എന്ത്, സൈനിക മനഃശാസ്ത്രം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി ക്ലിനിക്കുകളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ചികിത്സ തേടുന്ന മനഃശാസ്ത്രമാണ് എന്ത്, ക്ലിനിക്കൽ സൈക്കോളജി. ഓക്കെ. പ്രയുക്ത മനഃശാസ്ത്രമാണ് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞു, സൈനിക മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത്, ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജിയെ കുറിച്ചിട്ട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുക, അതിന്റെ കാരണം കണ്ടെത്തുക, ചികിത്സ നൽകുക. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡോക്ടറെ പോയിട്ട് കാണും, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ നമ്മൾ ഡോക്ടറെ പോയിട്ട് കാണും. ഡോക്ടർ എന്ത് ചെയ്യും, നമുക്ക് പാരസെറ്റാമോള് അല്ലെങ്കിൽ ഡോളോ എഴുതി തരും, നമ്മളത് കുടിക്കും, നമ്മുടെ പനി മാറും.
എന്നാൽ നമ്മുടെ മനസ്സിന് ഒരു അസുഖം വന്നാലോ, മനുഷ്യന്മാരല്ലേ, മനസ്സിനും അസുഖം വന്നേക്കാം, മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള മനുഷ്യന്റെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും മാനസിക രോഗങ്ങൾക്കും കൃത്യമായ കാരണം കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകി ആ ചികിത്സ നൽകി ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ലക്ഷ്യം. അല്ലെ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന സൈക്കോളജി അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ക്ലിനിക്കൽ സൈക്കോളജിയിൽ പറയുന്നത്. അടുത്തതാണ് വ്യവസായിക സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലെ. വ്യവസായികം എന്ന് പറഞ്ഞാൽ എന്താ, അതും അപ്ലൈ ചെയ്യുന്നതല്ലേ വ്യവസായിക മേഖലകളിലെ അല്ലെ, കോർപ്പറേറ്റ് മേഖലകളിലാവട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ പെർഫോമൻസ് വർദ്ധിക്കാന്, അതുപോലെ തന്നെ അവരുടെ ഉൽപാദനക്ഷമത കൂട്ടാന്, അവരുടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവരുടെ തൊഴിൽ പരിസ്ഥിതി, ഉൽപാദനം, നേതൃത്വം, ലീഡർഷിപ്പിലെ തൊഴിലിലുള്ള സംതൃപ്തി എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ട് അവരുടെ തൊഴിലിടങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന സൈക്കോളജിയാണ് എന്ത് വ്യവസായിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെത്താ ഇതുവരെ പറഞ്ഞത് നമ്മൾ എന്താണ്, ഈ 4 അപ്ലൈഡ് സൈക്കോളജിയാണ് അല്ലെ, പ്രയോഗിക്കാൻ പറ്റുന്ന സൈക്കോളജിയാണ്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞത് കേവല മനഃശാസ്ത്രം, പ്രയോഗിക്കാൻ പറ്റാത്ത എന്നാൽ നമുക്ക് പഠിക്കാനും തിരിച്ചറിയാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മനഃശാസ്ത്രമാണ്. ഇത് നമുക്ക് കേട്ടിട്ട് എക്സാമിന് ചോദ്യമായിട്ട് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തത് ഏത്. നമുക്ക് എപ്പോഴും സംശയം വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, സാർ ഇതവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഈ ശിശു അല്ലെ, അതായത് ഈ ശിശു മനഃശാസ്ത്രം അല്ലെ, കുട്ടികളുടെ വ്യവഹാരത്തെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ടീച്ചർമാരാണല്ലോ, നമ്മൾ കുട്ടികളെ കുറിച്ചിട്ടാണല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് അത് പ്രയുക്ത മനഃശാസ്ത്രമല്ലേ എന്നുള്ളത് എന്ത് ചെയ്തേക്കാം, നമുക്ക് ഓപ്ഷനിൽ തരും, നമുക്ക് സംശയം തോന്നിയേക്കാം. അതായത് ചോദ്യം ഇതാണ്, താഴെ നൽകിയിരിക്കുന്നവയിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തത് ഏത്? സൈനിക മനഃശാസ്ത്രം, അതുപോലെ തന്നെ വ്യവസായിക മനഃശാസ്ത്രം, ദെൻ ക്ലിനിക്കൽ സൈക്കോളജി, ശിശു മനഃശാസ്ത്രം അല്ലെ. ഈ 4 ഓപ്ഷൻ തരും. അപ്പൊ നമ്മൾ ശിശു മനഃശാസ്ത്രം നമ്മൾ പ്രയോഗിക്കുന്നതാണല്ലോ, നമ്മൾ കുട്ടികളെ കുറിച്ചിട്ടല്ലേ പഠിക്കുന്നത്, അപ്പൊ അത് പ്രയോഗിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ശരിയാക്കി കരുതിയിട്ട് മറ്റുള്ള ഓപ്ഷനുകളിലേക്ക് നമ്മൾ തിരിയും. എന്നാൽ ശിശു മനഃശാസ്ത്രവും വ്യവസായിക മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും രണ്ട് തന്നെയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അധ്യാപനത്തിലും കാര്യങ്ങളിലും പ്രയോഗിക്കുന്നത്. ശിശു മനഃശാസ്ത്രം കുട്ടിയുടെ വ്യവഹാരത്തെ കുറിച്ചിട്ട് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു കേവലം മനഃശാസ്ത്രം മാത്രമാണ്, കേവല മനഃശാസ്ത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് ചെയ്യുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഓക്കെ.